ഓഫിന്റെ ടൈമില് ടീച്ചർ പറഞ്ഞു സെന്റ് ഓഫിന് സ്കൂളുകളൊന്നും തല്ലി തകർക്കരുത്, വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടെന്ന്. ഞാൻ തിരിച്ചു ചോദിച്ചു, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത? അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയറി നിന്നുകൊണ്ട് കാണിച്ചു വിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്, പൊതുമുതൽ നശിപ്പിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങൾ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 425 സെക്ഷൻ 427 പ്ലസ് PDPP ആക്ട് അദ്ദേഹം ചെയ്തത് ഒഫൻസ് ആണ്. എന്നിട്ട് അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടശങ്കടവ് വള്ളംകളി കാണാൻ പോയേക്കായിരുന്നു. ആ അങ്ങനത്തെ മന്ത്രി വന്ന് സ്റ്റുഡൻസിനോട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കേടുപാടുകൾ വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു. എന്നോട് പാരന്റിനെ വിളിച്ചിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ കേസിൽ പാരന്റിനെ വിളിക്കാൻ പറ്റൂല പറഞ്ഞു. ഉടനെ പറഞ്ഞു പോലീസിനെ അവർ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിച്ചോ, ഞാൻ മീഡിയനെ വിളിക്കാം. പറയുന്നതിലും കാര്യമില്ലേ? ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഒരുപാട് പേടിപ്പിക്കുന്ന പനി വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി. മനസ്സിലായ പൊന്നളിയ നാട്ടിൽ കൊണ്ടും കൊടുത്തു എടുത്തും പെടുത്തും നടന്നാണ്. ഓർമ്മയുണ്ട്. പിന്നെ എന്തൊക്കെ വാങ്ങി? കാർ വാങ്ങിയില്ലേ? കാർ ആദ്യം ഒരു കിഡ് ക്ലൈംബർ മേടിച്ചായിരുന്നു. ഇപ്പം അത് മാറി കിയ സോണറ്റ് എടുത്തു. പിന്നെ ഒരു ബുള്ളറ്റ് എടുത്തത് നോമ്മ, ഇത് 100-350. പിന്നെ വീട് ഒരു 2 നില പണിഞ്ഞു. അത് മീൻസ് ഉണ്ടായിരുന്ന വീടായിരുന്നു, അത് തിരിച്ചെടുത്തിട്ട് അത് കുറച്ച് റെനോവേറ്റ് ഒക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലാതാക്കി. പിന്നെ അങ്ങനെ പോണം. എനിക്ക് തോന്നുന്നു 18 വയസ്സില്, ഞാനൊക്കെ 18 വയസ്സിൽ എന്ത് ചെയ്യുന്നു എനിക്ക് പുറത്തു പറയാൻ പക്ഷെ ഇവിടെ 18 വയസ്സിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ. ഞാൻ ഈ കേശുവിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്ത് കഷ്ടപ്പെട്ടാണെന്നോ ആള്. ആ കുഞ്ഞിലെ തന്നെ എന്തുമാത്രം മെച്യൂരിറ്റി ആയിട്ടുള്ള സംസാരമാണ്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കാനുള്ള കാര്യം. Urgent message from police. They're looking for a missing dad. The girl only had a drawing of her father. She didn't have a photo, just this drawing of her. ഞാൻ കണ്ടായിരുന്നു. ഒരു മിസ്സിംഗ് കാര്യം ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാണ്ട്. Officers have now located the father just minutes ago. ഹലോ, മൈ നെയിം ഈസ് പരിതു വാസു. കേസൊക്കെ കഴിഞ്ഞായിരുന്നോ? നാട്ടുകാരെ പറ്റിച്ച് എന്തോ കേസ് നടക്കുന്നു പറഞ്ഞ്. കൺമണി കയറി പിടിച്ച കേസൊക്കെ ഞങ്ങൾ എന്നേ സോൾവ് ചെയ്തതാണ്, മനസ്സിലായ? അത് കൺമണിക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ കയറി പിടിച്ചിട്ടില്ല. പരിന്തു വാസുവിന് അണ്ടിഫാക്ടറി ഇല്ലേ, അത് ഉണ്ടാക്കിയതേ കഷ്ടപ്പാടിയെന്നും വിയർപ്പിയെന്നും അധ്വാനത്തിന്നും അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചും ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും അല്ല, മനസ്സിലായ? ആറ് കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തെ നിങ്ങൾ ഇന്ന് വരെ വേർക്കുന്ന നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് അറിയാവോ? നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് കണ്ടിട്ടുണ്ടോ? വിയർക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് എത്ര വട്ടം വിയർത്തിട്ടുണ്ട് ഞാൻ. Please don't talk nonsense, okay? I am a single Sigma female. Don't talk to me like this. ആദ്യത്തെ പ്രണയം മല, അത് എങ്ങനെയാ നിന്നേന്നറിയോ? എങ്ങനെയാ നിന്ന്? അത് ഞാനായിട്ട് നിർത്തിയതാ. ബാക്കിയെല്ലാം പിന്നെ വല്ലവരും ബാക്കി പറയാനുണ്ടോ? ഞാൻ പറയാനുള്ള കാര്യങ്ങളോട് കേൾക്കൂ ദയവ് ചെയ്തു പ്ലീസ്. രണ്ട് അമ്മുക്കുട്ടി, അത് കാറിലെ കൊണ്ടുപോയി. കഴിവില്ലാത്ത ഇങ്ങനെ നിന്ന് ആണുങ്ങളും ഒന്ന് എടുത്തോണ്ട് പോകും. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സൂസൻ വരുന്നത്. സൂസനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് നിർത്തേണ്ടി വന്നു. ഗ്യാങ് ആണ് എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ്. ഈ 5 എണ്ണത്തിൽ നമ്മള് 4-ലെത്തിയതേ ഉള്ളൂ. 3 ഉണ്ടായിട്ട് 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വിഷമം ഉണ്ടായിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് കാറിനെ കൊണ്ടുപോയതിൽ നല്ല വിഷമമുണ്ട്.
അത് ആണുങ്ങൾ കൊണ്ടുപോയി അതിനകത്ത് നിങ്ങൾ ഒരുമിച്ചിട്ട് കാര്യമില്ല. അല്ലാതെ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പോട്ടെ, നിങ്ങൾ ഞാനുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് എന്തായിരുന്നു പ്രതീക്ഷ? ഒരിറ്റ് കെയറിങ്, ഒരു ഇച്ചിരി കെയറിങ്. അല്ലെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒന്ന് കാണുക, ഇതാണ് ഇന്നലെ എന്നിട്ട് സംഭവിച്ചത്. പോവാ, ഒന്ന് വിളിച്ച് ചോദിക്കുക എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും തിന്നോ, ഓക്കെ ആയിട്ടിരിക്കുന്നു, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ, വാറൊക്കെ ജയിക്കുന്നുണ്ടോ, വാറൊക്കെ എങ്ങനെ പോകുന്നു, ഇതായിരുന്നു വേണ്ടത്. ഇതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതെ. അപ്പൊ കഴിയും ഇച്ചിരി കഴിയാൻ പറയാം എനിക്ക് പെണ്ണില്ലെന്ന്. പെണ്ണുള്ളപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പെണ്ണില്ലെന്ന്. അപ്പൊ ഞാൻ എന്തായിരുന്നു മരവോ? ആരെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും നിന്റെ അടുത്തോട്ട് ഞാൻ ഇനി വരൂല. ശരിയെന്നാ. മറ്റേ സൂസനെ കെട്ടിയത് നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാസുണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം ഞാനാണല്ലോ വാസുവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. ഇതൊക്കെ എനിക്ക് വേണം, ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. നിങ്ങൾ പോയി അടുത്ത പെണ്ണിനെ പിടിവെച്ചിട്ട് പോ. വിളിക്കണ്ടായിരുന്നല്ലേ? ഇവർ ഇപ്പൊ ശരിക്കും ബ്രേക്കപ്പ് ആയോ പാച്ചപ്പ് ആയോ? എന്താ സംഭവം? ഇത് ഇന്നലെ സംഭവിച്ചതാണ് ഇതൊക്കെ. ഇന്നത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അതായത് എപ്പോഴും വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരുന്ന. എനിക്ക് 4 പേരുണ്ടായിരുന്നു. ആ 4 പേരും പുറത്തു പോയി പഠിക്കാൻ വേണ്ടിട്ട്. ഇപ്പം വിളിപ്പുറത്ത് വരുന്ന ടുബോർ കാണും, അഥവാ അഭിജിത്ത്. അപ്പൊ നോക്കിയോ, ഞാൻ അളിയനെപ്പറ്റി പ്ലാനിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പാട്ടല്ലേ ഇന്നത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അതായത് എപ്പോഴും വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരുന്ന. എന്താവശ്യം വന്നാലും ആള് വരുന്ന. അതെ, ചിലപ്പോ ഉറങ്ങുമായിരിക്കും, ചിലപ്പോ ആയിരിക്കും, അറിഞ്ഞൂടാ. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു സാധനം ഉണ്ട്. അല്ലോ ആദ്യം മറന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ചന്ദ്രന് പറ്റിയൊരു വണ്ടി ഉണ്ട്, വീട്ടിലെ വണ്ടി. ഈ സാധനത്തിന്റെ സൗണ്ടും ഇത് അസറായിലും അതിന്റെ പേരിലല്ല വണ്ടി. ഈ വണ്ടിയല്ലേ സൂര്യബോസിന് കൊടുത്തേ? അവിടെ പോയി ഒട്ടിയിരുന്നു. ചന്ദ്ര ഒരു വണ്ടി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത്രയും വെറുതെ 56 വണ്ടി ഇവിടെ നമ്മളെ കയ്യിൽ വാങ്ങി വെച്ചിട്ട് കാര്യമല്ലടാ. ചന്ദ്രന്റെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കണ്ട മുട്ടാൻ. അതെ, ഇത് സൂര്യക്ക് എടുത്ത വണ്ടി തന്നെ. പിന്നെ ഈ വണ്ടി കണ്ടിട്ടില്ല. കാരണം എന്താണ്? ഇത് ഷേക്കിന്റെ വണ്ടിയാണ്. ശരിയെന്നാ, ബ്ലോക്ക് കിടന്നു. കല്യാണത്തിന് വിളിക്കാം. ആരുടെ കല്യാണത്തിന്? എന്റെ. നിങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ചാവണം, നോക്കിയിരുത്തോ. അതെന്താ, ഞാൻ കെട്ടാപ്പോടെ താലി നിന്റെ കയ്യിലാണ് ഇരിക്കണേ. അതെ, കുട്ടിക്കോ മെസ്സ് ഡയലോഗൊക്കെ കയ്യില്. വിചാരിച്ചാലേ 3 ദിവസത്തിൽ 3 കല്യാണം നടത്തും. കാണണോ? അതെനിക്കറിയാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാമക്കാരൻ ആ 3ാമത് കെട്ടാ മറ്റേ സൂസനെ കെട്ടിയത് നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാസുണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം ഞാനാണല്ലോ വാസുവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. ഇതൊക്കെ എനിക്ക് വേണം, ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. നിങ്ങൾ പോയി അടുത്ത പെണ്ണിനെ പിടിവെച്ചിട്ട് പോ. വിളിക്കണ്ടായിരുന്നല്ലേ? ഓ, നീ കണ്ടൂടല്ലേ? ക്യാമറ എടുത്ത് ഞാൻ എവിടെ പുറത്ത് വെക്കല്ലേ? ടിൻ ടിൻ ടിൻ. ദേഷ്യം വരില്ല. എത്രാന്ന് പറഞ്ഞാ നമ്മള് കൊടുത്ത് നല്ലത്. അടോറിളക്കി താഴെട്ടല്ലേ? എനിക്കങ്ങ് ദേഷ്യം വന്ന് കോച്ച്. ഞാൻ കുറച്ച് ട്രിഗേർഡായിട്ട് സംസാരിച്ചു എലിയുടെ അടുത്ത് കേട്ടാ. വേണ്ടാന്ന് വിചാരിച്ചിരിക്കണ സമയത്തെ നമ്മുടെ തലയിൽ കയറിയിരുന്നങ്ങ് നിരങ്ങണം. കരഞ്ഞു കോച്ച്, കരഞ്ഞു.
എന്നെ വാസു വേണ്ടുന്ന ഒരേ ഒറ്റക്കാലം നിൽക്കുന്നതാ. ആ എനിക്ക് താല്പര്യമില്ല കോച്ച്. അങ്ങനെ എനിക്കങ്ങനെ കാണുന്ന താല്പര്യമില്ല. എനിക്ക് നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. Once you read a book, it's like அவ்வளவுதான். அந்த புக்கு அவ்வளவுதான் அல்ல. എത്ര ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ അത്രയും പേര് നിന്നതിൽ ഞാൻ ദർശനെന്ന് മാത്രമല്ല വന്ന് വിളിച്ചുള്ളൂ. അവിടെ വേറെ ഏതൊക്കെയോ കുട്ടികളുണ്ട്. എനിക്കാണെങ്കിൽ ഇവറ്റകളുടെ പേര് പോലും അറിയത്തില്ല. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടി ദർശനം മാത്രമാണ്. വേറെ ആരെയും കണ്ട പേര് പോലും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഈ കുട്ടി ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടല്ലേ എല്ലാരെയും. ആരെയും വെറുപ്പിക്കണ്ട, മനസ്സിലായ? എനിക്ക് ദർശനയുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അപ്പിയറൻസ് വൈസ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ദർശനെ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ആ മറ്റേ എലിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം സിറ്റിയിൽ ഇമ്മാരി ഒരു എരണം കെട്ട കോലം വേറൊരു പെണ്ണിനില്ല. മറ്റേ ഈ കൊക്കിന്റെ അട്ടയുടെ ഒക്കെ കൂടെ നടന്ന് അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ട് അവർക്ക്. അത് കാണുമ്പോ എനിക്ക് അവളെ തിരിച്ചറിയാം. പിന്നെ ദർശനം ചെലപ്പോ ഞാൻ ഒന്ന് മുടിയൊന്ന് അഴിച്ചിടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനി തിരിച്ചറിയാണ്ടിരിക്കുവോ? ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. എന്നെ മനസ്സിലായോ? ಎಲ್ಲದ ಪ್ರಶ್ನೆ ಚಂದ್ರ ചന്ദ്ര ധർമ്മന്റെ അടി പബ്ബില് വെക്കുന്ന ഹോട്ടല്ലേ ഇത്? ഒരുത്തൻ കഴിവ് കാണിച്ചപ്പോ നീ നിന്റെ ഡാൻസ് സ്കില്ല് കൊണ്ടുവന്നാണോ? ചന്ദ്രന്റെ ഡാൻസ് പാട്ട് ബോറാണെങ്കിലും ഡാൻസ് അത് ഇൻ ഗെയിം തന്നെ കുറെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് സെറ്റാണ്. ക്യാമറ അപ്പാക്ക്. عندي خوش فاصلة يا أخي تفوز والله خوش فاصلة كراكس تقوي يا الحبيب اسمها صبوحة خطبها نصيب എന്തൊക്കെ ചെയ്യണം ഇവരൊക്കെ. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ.